അങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന വണ്ടി, നമ്മുടെ ടൊയോട്ട കൊറോള. അപ്പോൾ ഈ ഒരു വണ്ടീനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്ന ഓൾട്ടോ, അതായത് റെഡ് ഓൾട്ടോ, അത് 2014 അതിന് മുന്നേ ഉണ്ടായിരുന്നു 2014 തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2015 വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ടൊയോട്ട കൊറോള എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ ടൊയോട്ടയുടെ ഒരു വണ്ടി എടുക്കുന്നത്. നമ്മൾ ആദ്യം മാരുതിയാണല്ലോ എടുത്തായിരുന്നത്, ഇപ്പോൾ അതല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നോവ നോക്കിയിട്ടാണ് പോയത്, പക്ഷേ ഇന്നോവയൊന്നും കിട്ടിയില്ല. അപ്പോൾ കിട്ടിയൊരു വണ്ടി എടുത്തിട്ട് നല്ലൊരു വണ്ടിയാണ്. ഇതിൻ്റെ എൻജിൻ പണിയൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തിട്ട് പോകുന്നത്. നല്ല എൻജിൻ കണ്ടീഷനൊക്കെയാണ്. നമ്മളുണ്ടല്ലോ ഭയങ്കര സ്പീഡിൽ പോകാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു എൻജിനാണ്. പക്ഷേ ബോഡിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ട്. അതായത് ബോഡിയിൽ നമ്മുടെ ഫ്രണ്ടിൽ, ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം, നമ്മുടെ ലെഫ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു അടി തട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ വലിയൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ, അതായത് ഈ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇതൊരു സെഡാൻ മോഡൽ വണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയൊക്കെ തട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ റിവേഴ്സ് എടുത്തപ്പോൾ അടിയൊക്കെ ഒന്ന് തട്ടിയായിരുന്നു. അപ്പോൾ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു ഡാമേജ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ വേറെ വണ്ടിക്ക് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല, മോഡിഫിക്കേഷൻ ഒന്നുമില്ല. ഒരു നോർമൽ സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി. അതേപോലെ അലോയ് വീലൊക്കെ ഉണ്ട്. അലോയ് വീലൊന്നും അത്യാവശ്യം കുഴപ്പമില്ല, 15 ഇഞ്ചാണ്. ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അലോയ് വീലിൻ്റെ ഒക്കെ ഒരു ഡിസൈനൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വേറെ പറയാനായിട്ട്, പിന്നെ നമ്മുടെ ഇൻറ്റീരിയറാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഇൻറ്റീരിയറാണ്. നമുക്ക് അകത്ത് ഫ്രഷ്നർ പോലും ഇല്ല. അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇവർ ഇത് തന്നത് നമുക്ക്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലുമൊക്കെ വെക്കണം, നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ഇട്ട് നമുക്ക് വെക്കാൻ പരമാവധി നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ കളറാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് അല്ല, ഫുൾ വൈറ്റ് അല്ല, അതുപോലെ ഗ്രേയും അല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കളറും കൂടിയാണിത്. അപ്പോൾ കളറിൻ്റെ കറക്റ്റ് പേര് അറിയില്ല. അപ്പോൾ കളറൊക്കെ അത്യാവശ്യം നല്ല തിളക്കമുള്ള കളറാണ്, അത്യാവശ്യം നല്ല കളർ തന്നെയാണ്. അതുപോലെ ഈ ഒരു വണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണിത്. നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത് എടുത്തത്. നമ്മൾ ഇന്നോവ നോക്കി പോയതുകൊണ്ടേ ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഇന്നോവയൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി കൊടുക്കും. അപ്പോൾ ഇത് വെറുതെ നിങ്ങളൊന്ന് വണ്ടി എടുത്തതിൻ്റെ പേരിലൊന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.